ഇപ്പോൾ രാജു പി നായർ കോൺഗ്രസ് വക്താവ് ടെലിഫോണിലുണ്ട്. രാജു പി നായർ, അങ്ങ് രാവിലെ എന്തൊക്കെയോ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഡിവൈഎഫ്ഐയുടെ ഫണ്ട് കൈമാറ്റവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ വസീഫ് പറയുന്നത് ഞങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ എല്ലാം തുറന്നു കാണിച്ചിട്ടുള്ളതാണ്, ഞങ്ങളുടെ പണം എങ്ങനെയാണ് വന്നത്, എവിടെയാണ് കൈമാറിയത്, അതിന്റെ കൃത്യമായ കണക്കുകൾ വെച്ചിട്ടുണ്ട്. വീണ്ടും പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി കോൺഗ്രസ് വെറുതെ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്നാണ് വസീഫിന്റെ ആരോപണം. ഇത് വ്യക്തമാക്കേണ്ടത് കഴിഞ്ഞ 1.25 വർഷക്കാലമായിട്ട് CPM പറഞ്ഞ എന്താ, ഞങ്ങൾ ഒറ്റ രൂപ പിരിക്കുന്നില്ല, ഞങ്ങൾ പറഞ്ഞതെല്ലാം CMDRF-ലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മുഴുവൻ ആൾക്കാരോടും CMDRF-ലേക്ക് സംഭാവന ചെയ്യാൻ പറഞ്ഞതിന് ശേഷം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി പ്രത്യേകമായ ഒരു ഫണ്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അഖിലേന്ത്യാ തലത്തിൽ വയനാടിന് വേണ്ടി പിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായ ഫണ്ട് സ്റ്റാർട്ട് ചെയ്ത് അതിനകത്തുനിന്ന് പൈസ പിരിച്ചു. പക്ഷേ CPM ഇവിടെ പറഞ്ഞത് മുഴുവൻ 1 രൂപ ഞങ്ങൾ പിരിക്കുന്നില്ല എന്നാണ് പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞത് 1 രൂപ പോലും ഞങ്ങൾ പിരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഈ പ്രത്യേകമായ ഫണ്ട് രൂപീകരിച്ച് അതിനകത്ത് എത്ര പണം പിരിച്ചു, ഈ CPM-ന് സ്വാധീനിക്കാൻ കഴിയുന്ന ആൾക്കാരിൽ നിന്ന് പണം പിരിക്കുന്നതിന് വേണ്ടിയല്ലേ ആ ഫണ്ട് ഉപയോഗപ്പെടുത്തിയത്? അതിൽ നിന്ന് 92 രൂപ 1,99,000 രൂപ 92 കോടി അല്ല 92,99,000 രൂപ CMDRF-ലേക്ക് കൈമാറി എന്നിവർ പറയുന്നു. ചോദ്യം കൊടുത്തതല്ല. 4 വീടുകൾ പണിയാൻ പോലും തികയാത്ത പണം CPM-ന്റെ അഖിലേന്ത്യാ കമ്മിറ്റി കൊടുത്തു എന്നുള്ളതല്ല വിശ്വസിക്കാൻ പറ്റുക. കോൺഗ്രസിനോട് നിരന്തരമായി ഇവർ ചോദിക്കുന്ന ചോദ്യമാണ് തിരിച്ചു ചോദിക്കുന്നത്. നിങ്ങൾ എത്ര രൂപ പിരിച്ചു? CPM രൂപീകരിച്ച അക്കൗണ്ടിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വിടാൻ തയ്യാറാണോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൽ മുഴുവൻ CMDRF-ലേക്ക് പണം കൊടുക്കാൻ പറഞ്ഞതിന് ശേഷം DYFI എന്തുകൊണ്ട് CMDRF-ൽ കൊടുക്കാതെ പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിൽ പണം കൊടുത്തു? രണ്ടാമത്, കാരണം ജനങ്ങളോട് മുഴുവൻ പറഞ്ഞതാണല്ലോ CMDRF-ലേക്ക് കൊടുക്കുക. കോൺഗ്രസ് CMDRF-ലേക്ക് പണം കൊടുക്കരുത് എന്ന് പറയുന്നത്. നായർ സർക്കാരുമായി ചേർന്ന് വീട് നിർമ്മിക്കും എന്നാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്, അത് പ്രകാരം പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിന് പണം കൊടുത്തതെന്നാണ് പറയുന്നത്. അല്ല അജിംസെ, കേരളത്തിൽ മുഴുവൻ പറഞ്ഞത് CMDRF-ൽ പണം കൊടുക്കണം എന്നാണ് കേരളത്തിൽ മുഴുവൻ പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസം വരെ CPM പറഞ്ഞ അതാണ്. ഞാൻ പറയട്ടെ, ഫോണിലായതുകൊണ്ട് അത്തരത്തിൽ പറയാൻ പറ്റില്ല അജിംസെ. എന്നോട് സംസാരിക്കാൻ എത്തിക്കുക. മറുപടി ഇല്ലാതെ വരുമ്പോ ബഹളം വെക്കരുത് വസീഫെ. മറുപടി ഇല്ലാതെ വരുമ്പോ ബഹളം വെക്കരുത്. അല്ലല്ല, ഞാൻ എന്റെ പോയിന്റ് പറഞ്ഞു കേട്ടെ. CMDRF-ലേക്ക് കൊടുക്കാതെ പ്രോജക്ട് ഇംപ്ലിമെന്റ് യൂണിറ്റിലേക്ക് പണം കൊടുത്തു. പ്രോജക്ട് ഇംപ്ലിമെന്റിലേക്ക് പണം കൊടുത്തപ്പോൾ എങ്ങനെയാണ് കോർപ്പറേറ്റ് കമ്പനിയായി മാറിയത്? DYFI എന്ന് മുതലാണ് കോർപ്പറേറ്റ് കമ്പനിയായിട്ട് മാറിയത്. ആ പണത്തിന്റെ റെസീപ്റ്റിൽ DYFI പുറത്തുവിട്ട റെസീപ്റ്റിൽ ഉൾപ്പെടെ CSR എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ? തീർച്ചയായിട്ടും. ഇവരെന്ത് വൃത്തികേടായി വിളിച്ചു പറയുന്നത്? കോൺഗ്രസ് ഇപ്പൊ ഇത്രയും നാട് നീളെ പിരിച്ചിട്ട് KPCC പ്രസിഡന്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് പറഞ്ഞ് അവരുടെ ആപ്പിലേക്ക് പണം പിരിക്കാൻ പറഞ്ഞ് അവര് വ്യാപകമായി കേരളത്തിലും പുറത്തും എല്ലാം പണം പിരിച്ചിട്ട് ഇപ്പോ അവർ അവസാനം ഗത്യന്തരമില്ലാതെ പണത്തിന്റെ കണക്ക് പുറത്തു വിട്ടിട്ട് ഞങ്ങളുടെ രംഗത്തേക്ക് കയറുക, തോന്നിയാസം വിളിച്ചു പറയുക. എന്തൊരു കഷ്ട ഇത്! ഞങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ ദുരന്തമുണ്ടായ പിറ്റേ ദിവസം 25 വീട് അല്ല, ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എല്ലാം കണക്ക് തീർത്ത് പറഞ്ഞുതരാം. നോക്കിയിട്ട് നാണമില്ലാതെ കോൺഗ്രസ് ഈ തെരുവിലിറങ്ങി നടക്കുക, എന്നിട്ട് 5 കോടി കിട്ടിയില്ലേ? നാണമുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങൾ ഏത് കണക്കും അവതരിപ്പിക്കാം, ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് റെസീറ്റ് ഉൾപ്പെടെ കൊടുത്തു. എന്നിട്ട് നാണമില്ലാതെ പണം പിരിച്ചു മുക്കിയിട്ട് 3 ഏക്കറിൽ നിങ്ങൾക്ക് 200 വീടുണ്ടാക്കാൻ പറ്റുമോ? നിങ്ങളുടെ നേതാക്കന്മാരല്ലേ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞില്ലേ? വസീഫിന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം രാജു പി നായർ ചോദിക്കുന്നുണ്ട്. വസീഫ്, ഒരുപക്ഷെ വസീഫിന് അത് വിശദീകരിക്കാൻ കഴിയുമായിരിക്കും. എന്തുകൊണ്ടാണ് DYFI നൽകിയ പണം കോർപ്പറേറ്റ് അക്കൗണ്ടിൽ വന്നത്? എങ്ങനെയാണ് അതെന്താണ് ആരോപണത്തിന്റെ വസ്തുത? DYFIയോട് കേരള ഗവൺമെന്റിന്റെ ഭാഗമായി ടൗൺഷിപ്പ് പ്രൊജക്ടിന്റെ ഭാഗമായി അവർ ആവശ്യപ്പെട്ട അക്കൗണ്ടിലേക്കാണ് ഞങ്ങളുടെ കനറ ബാങ്കിൽ നിന്ന് ഞങ്ങൾ പണം അയച്ചത്.
അത് CSR ആണ്, അത് കോർപ്പറേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു വരുന്നവർക്ക്, അതൊക്കെ കോർപ്പറേറ്റ് ആണ് എന്നൊക്കെ വരുന്നവർക്ക് ഒരു 10 രൂപ കൊടുത്ത് ഒരു വിവരാവകാശ നിയമപ്രകാരം ചോദിക്കാവുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ CMDRF-ന്റെ പേരിലായിരുന്നു നിങ്ങൾ ചെക്ക് കൈമാറിയത്? ഒരു പ്രതീകാത്മക ചെക്ക് കൊടുത്തായിരുന്നല്ലോ, മുഖ്യമന്ത്രി കൈമാറിയിരുന്നല്ലോ, അത് CMDRF-നാണോ നൽകിയത്? അല്ല, ഞങ്ങൾ പ്രതീകാത്മകമായ ചെക്കിൽ CMDRF എന്ന് എഴുതിയതിന് അത് സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ നമ്മൾ എഴുതുക. അന്ന് ഞങ്ങളോട് ഇന്ന അക്കൗണ്ടിലാണ്. അല്ല, ഒറ്റ മിനിറ്റ് രാജീവ് പിന്നാർ ഇങ്ങനെ നുണ പറഞ്ഞു പോലെ. ഏത് അതല്ല വസീഫ്, അതിലൊരു പ്രശ്നം. വസീഫ് ഒരു നിമിഷം, നിങ്ങൾ പരസ്പരം സംസാരിക്കില്ല. വസീഫ്, അതിലൊരു പ്രശ്നം, എല്ലാവരോടും CMDRF-ലേക്ക് പണം നൽകാൻ ആഹ്വാനം ചെയ്യുക, DYFI CMDRF-ന് വേണ്ടിയിട്ട് ഒരു പ്രതീകാത്മക ചെക്ക് നൽകുക, എന്നിട്ട് PIU-വിന് വേണ്ടി പണം കൈമാറുക CMDRF-ലേക്ക് നൽകാതെ, അതൊരു സുതാര്യതയില്ലായ്മയില്ലേ? അല്ല, ഞാൻ പറയാം. ഇതാണ് കേരളത്തിലെ കോൺഗ്രസ്. അത് മനസ്സിലാക്കിയാൽ മതി. അവ്യക്തതകൾ ഉണ്ടാക്കുക, ഇങ്ങനെ സംശയം ഉണ്ടാക്കുക. ഞാൻ പറയാം, ഇവിടെ ഈ CMDRF-ലേക്ക് ഞങ്ങൾ ചെക്ക് പ്രതീകാത്മകമായി കൈമാറി എന്ന് പറഞ്ഞ അവിടെ ചെക്കിൽ ഞങ്ങൾ CMDRF എന്ന് എഴുതി. ശരിയാ, അത് ഏത് ചെക്കാ? അതൊരു മോഡൽ ചെക്കാ. ആ ചെക്കാണോ ബാങ്കിൽ കൊടുക്കുക? അങ്ങനെ കൊടുക്കാറുണ്ടോ? ഇല്ല. അന്ന് ഞങ്ങളോട് ഈ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് പദ്ധതിക്ക് ഒരു അക്കൗണ്ട് ഉണ്ട് എന്ന് ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല. പിന്നീടാണ് ഞങ്ങൾക്ക് ലെറ്റർ തന്ന്, യോഗം വിളിച്ചതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ലെറ്റർ തന്ന് ഇന്ന അക്കൗണ്ടിലേക്കാണ് പണം അയക്കേണ്ടത് എന്ന് ആധികാരികമായി ഒഫീഷ്യലായി ഗവൺമെന്റ് പറയുന്നത്. ഞങ്ങളുടെ ഓഫർ എന്താ? ഞങ്ങൾ സർക്കാരുമായി ചേർന്ന് വീട് നിർമ്മിച്ചു കൊടുക്കും. ഈ ടൗൺഷിപ്പ് പദ്ധതിയിലേക്ക് സർക്കാരുമായി ചേർന്ന് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ആ വീടിന് സർക്കാർ പറയുന്നു 20 ലക്ഷം രൂപ ഇന്ന അക്കൗണ്ടിലേക്ക് കൈമാറണം, ഇന്ന രീതിയിൽ കൈമാറണം. ഞങ്ങൾ അങ്ങനെ കൈമാറി. അതിനെയാണ് കോർപ്പറേറ്റ് ഫണ്ട്. എന്ത് കുന്താണ് നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത് രാജു പി നായർ? നിങ്ങൾക്ക് കോർപ്പറേറ്റ് ഫണ്ട് എന്ന് രാജു പി നായർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു നിമിഷം രാജു പി നായർ, നിങ്ങൾ ആരോപിക്കുന്നത് കോർപ്പറേറ്റ് ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് നിങ്ങൾക്ക് ആധികാരികമായി അതെന്തെങ്കിലും തെളിയിക്കണമെങ്കിൽ സുഹാസ് IAS മറ്റേതെങ്കിലും IAS ഉദ്യോഗസ്ഥന്മാരോ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരോടോ നിങ്ങൾ ചോദിക്ക്. ഞങ്ങൾ കൈമാറിയ അക്കൗണ്ടിന്റെ രീതി എന്താണ്? ഞങ്ങൾ കനറ ബാങ്കിൽ നിന്ന് ഗവൺമെന്റ് ആവശ്യപ്പെട്ട അക്കൗണ്ടിലേക്കാണ് പണം കൈമാറിയത്. അല്ല, രാജു പി നായർ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. രാജു പി നായർ എന്താ പറയുന്നത്? DYFIക്ക് വേണ്ടി ഫണ്ട് കൈമാറിയത് ഊരാളുങ്കലാണെന്നോ? അപ്പൊ DYFI പിരിച്ച പണം എന്ത് ചെയ്തു? നിങ്ങൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിക്കുന്നത്? അഗിംസെ പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിലേക്ക് പണം കൊടുക്കുന്നതിന് 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് ഇൻഡിവിജ്വൽ ആണ്, വ്യക്തിഗതമായിട്ട് കൊടുക്കുന്നത്. 2 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാം, DYFIക്ക് ഗ്രൂപ്പായിട്ട് കൊടുക്കാമായിരുന്നു. 3 കോർപ്പറേറ്റ്. ആ കോർപ്പറേറ്റ് തലത്തിൽ എന്തുകൊണ്ട് പൈസ കൊടുത്തു? ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഫണ്ടിൽ എന്തുകൊണ്ട് ഇവർ കൊടുത്ത ഫണ്ട് CSR ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു? അപ്പൊ ടെൻഡർ ഇല്ലാതെ കൊടുത്തതിന്റെ പണം ഊരാളുമ്പോഴാണോ DYFIക്ക് വേണ്ടി അടച്ചത്? അത് പറ. മറുപടി. ഇതാണ് കേരളത്തിലെ കോൺഗ്രസ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോട് ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ ഓഫീസിലുള്ള ആരോടെങ്കിലും നിങ്ങൾ അതിൽ ക്ലാരിറ്റി വാങ്ങ്. ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, ഞങ്ങളിലേക്ക് വന്ന പണത്തിന്റെ കണക്ക്, ഞങ്ങൾ കൊടുത്ത കണക്ക് എല്ലാം കൊടുക്കാൻ തയ്യാറാ. ഇത് ഏതോ കോർപ്പറേറ്റ് അക്കൗണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോ ഇതിനൊന്നൊരു വ്യവസ്ഥയില്ല ഈ സമൂഹത്തിൽ. നിങ്ങൾ ഇങ്ങനെ പുകമറ സൃഷ്ടിക്കുക. അതിൽ വ്യക്തത വരുത്താൻ വസീഫ്, DYFI കൈമാറിയ പണത്തിന് ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പുറത്തു വിട്ടാൽ മതി. ഈ ആരോപണങ്ങളെല്ലാം നിൽക്കുവോടെ? അതെ, ഞാൻ പുറത്തു വിട്ടതുമാണ്. ഞാൻ അജിംസിന്റെ വാട്സപ്പിൽ ഒരു ഹായ് വിട്ടാൽ ഞങ്ങൾക്ക് കിട്ടിയ വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾക്ക് കിട്ടിയ രേഖയും ഇപ്പൊ അങ്ങോട്ട് അയച്ചുതരാം. അതിലുണ്ട് ചെക്കിന്റെ നമ്പറും ചെക്കിന്റെ ഡീറ്റെയിൽസും ഒക്കെ. എന്നാലെങ്കിലും ഇയാളുടെ വിടുവാഴ്ച നിർത്തുവോ? ഇയാളുടെ വിടുവാഴ്ച നിർത്തി DYFIയോട് മാപ്പ് പറയോ? രണ്ടാമത്തെ ചോദ്യം അജിംസെ, മറ്റൊരു അല്ല കണ്ടോ, രണ്ടാമത്തെ ചോദ്യം പോലെ ഇത് പറ. വിളിച്ചു പറയാ. നിങ്ങൾ കള്ളൻ എന്ന് വിളിച്ചിട്ട് ഒരു കള്ളൻ എന്നിൽ ഓടിയാൽ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. നിങ്ങൾ കേരളത്തിലെ DYFI എന്താ കരുതിയത്? PIU-വിൽ എത്ര കോടി രൂപ പിരിച്ചു? വസീഫെ കണക്ക് പറ. PIU-വിൽ ഈ ആശ്വാസത്തിന് നിങ്ങൾ ഓരോ സമയത്ത് ചോദ്യങ്ങൾ ചോദിച്ച് രക്ഷപ്പെടൽ എന്റെ രാജു പി നായർ. ഈ കാലം അത്രയും നിങ്ങൾ 230 വീട് നിർമ്മിക്കാൻ 5 കോടിയാണ് പിരിച്ചത് എന്ന് പറഞ്ഞിട്ട് അത് വിശ്വസിക്കണോ? വസീഫ് പറഞ്ഞ പ്രകാരം വാട്സാപ്പിൽ ഹൈ അയച്ചിട്ടുണ്ട്. ആ ബാങ്ക് ട്രാൻസ്ഫറിന്റെ ഡീറ്റെയിൽസ് അയച്ചാൽ നമുക്ക് ആ വ്യക്തത വരും അക്കാര്യത്തിൽ. ഓക്കെ, തീർച്ചയായിട്ടും. ഞാൻ ഇപ്പൊ വിവരാവകാശ രേഖ മറ്റൊരു ആള് വാങ്ങിയ വിവരാവകാശ രേഖ നിങ്ങൾക്ക് അയച്ചുതരാം. സ്വന്തം സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ പോലെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടില്ലേ?
യെസ്, എന്തായാലും രാജു പി നായർ ഉന്നയിച്ച ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടിയുണ്ട്. ഡിവൈഎഫ്ഐയുടെ ചില രേഖകൾ, വിവരാവകാശ രേഖകൾ തന്നെ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണെന്നാണ് വി വസീഫ് പറയുന്നത്. എന്തായാലും ഈ സംവാദം തുടരും. ഇപ്പോൾ KPCC അവരുടെ CPM അഖിലേന്ത്യാ കമ്മിറ്റി പിരിച്ച പണത്തിന് കണക്ക് പുറത്തുവിടണം, സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടണം. എത്ര കോടി രൂപ പിരിച്ചതിന് ശേഷമാണ് 92 ലക്ഷം മാത്രം കൊടുത്തത്? അതും കൂടി വ്യക്തമാക്കട്ടെ.